സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങൾ. ഇത് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള ഒരു പാട്ടാണ്. വേറൊരു പാട്ടുണ്ട്. മോഹങ്ങൾ നരകിച്ചു മോതിര കൈ മുരടിച്ചു മനസ്സു മാത്രം മുരടിച്ചില്ല മനസ്സ് മുരടിച്ചില്ല. പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന് തുടങ്ങിയ പാട്ടിൻ്റെ വരികളാണത്. പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവുമുണ്ടെങ്കിലും മനുഷ്യപുത്രിക്ക് സസുഖമായി ഒരു കസേരയിലിരിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം അത് വളരെ കൂടുതലുണ്ട്. വേറെ ആർക്കുമല്ല, നമ്മുടെ ശ്രീലേഖ മാഡം IPSനാണ്. വെറുമൊരു കൗൺസിലർ ആവാനല്ല എന്ന് പറയുമ്പോൾ ജനസേവനത്തിനല്ല, ജനസേവനമാണല്ലോ കൗൺസിലർ എന്ന് പറയുന്നത്. മേയറാകാനായിരുന്നു എന്നെ മത്സരിപ്പിച്ചത്. മേയറാക്കാമെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. മേയറും കൂടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ കൗൺസിലറായപ്പോൾ MLAയുടെ മുകളിൽ ബോർഡ് വെച്ചു. ഇനി മേയർ കൂടി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ എയർപോർട്ടിലും നഗര ചത്തുരത്തിലുമൊക്കെ ബോർഡ് കാണാമായിരുന്നു. ഇപ്പോൾ പാവപ്പെട്ട രാജേഷ് ആയതുകൊണ്ട് അതൊന്നും കാണേണ്ടി വരുന്നില്ല. ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര ശരിയായിരുന്നു ആ രാജേഷിനെ മേയറായി തീരുമാനിച്ചത് എന്ന് വല്ലാണ്ട് ഞാൻ ഓർത്തു പോവുകയാണ്. തിന്നും മക്കൾ എങ്ങനെയോ ചാവും എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അതുകൊണ്ട് ഈ അധികാരം അനുഭവിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേർന്നവർക്ക് പിന്നെ അതില്ലാതെ ആയാൽ ഒരുതരം മദ്യത്തിൻ്റെ അഡിക്റ്റായി കഴിഞ്ഞ് മദ്യപാനം നിർത്തിയ ചിലരെ പോലെ വിറയ്ക്കും, തുടിക്കും, കിതയ്ക്കും. ദേ ഒരു സംഗതി കണ്ടോളൂ. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തിരഞ്ഞെടുപ്പിന്റെ മുഖം. കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. നേരത്തെ പറഞ്ഞിരുന്നത് 10 കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റും കൂടിയാണ് ഞാൻ BJPയുടെ സംസ്ഥാന. അപ്പൊ അതിന് 10 പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞ. അവസാനം ഞാൻ കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു. അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും. അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും. എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കും ഒക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതായത് അങ്ങനെയാണ് നിർത്തിയത്. ആ നിർത്തിയതിൻ്റെ അവസരം അത് നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം തീർന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷന് മത്സരിക്കണമെങ്കിൽ ഇത് രാജിവെക്കണം. ഇത് രാജിവെച്ചാൽ വെറും കേവല ഭൂരിപക്ഷം ഇങ്ങനെ 1-2 സീറ്റുകളിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇനി അത് ഊരിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചുരുക്കത്തിൽ ഒരു കത്രികപ്പൂട്ടിലാണ് മാഡം വീണിട്ടുള്ളത്. പിന്നെ പറ്റുന്നത് ദേശീയ വനിതാ കമ്മീഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദവികളൊക്കെ കൊടുത്താൽ ഇരട്ട പദവി ഒരു പ്രശ്നമാവും. അത്തരത്തിലുള്ള ഒരുപാട് സങ്കീർണതകളിൽ പാവം പെട്ടുപോയി എന്ന് വെച്ചാൽ സംഗതി പാളിയെന്നർത്ഥം. ഇനിയിപ്പോൾ ഇത്തരം ദുഃഖങ്ങളും മോഹഭംഗങ്ങളുമൊക്കെ വെറുതെ പറഞ്ഞ് ആ സങ്കടം കേട്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ കൂടി വിഷമിപ്പിക്കാതെ നന്നായി ആ ജയിപ്പിച്ച ജനങ്ങൾക്ക് സേവനം ചെയ്ത് മാഡം തിളങ്ങട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു.